ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ചിന്നോസ് കുടുംബത്തിലെ ഝാൻസി റാണി എന്ന ബസ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഝാൻസി റാണി. അപ്പോൾ ഇത് ശരണ്യ കോച്ചിൽ നിന്ന് കൊണ്ടോടി ബോഡിയിലേക്ക് എങ്ങനെ മാറി എന്നാണ് ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്നത്. ഇതായിരുന്നു ഈ വണ്ടിയുടെ ആദ്യത്തെ ലുക്ക്. ശരണ്യ ബോഡിയിലായിരുന്നു ഈ വണ്ടി വന്നത്. പിന്നീട് ഈ വണ്ടി വേറൊരാൾക്കാർ വാങ്ങിച്ചു. ഇപ്പോൾ ഈ വണ്ടി നിലവിൽ ചിന്നു സാറിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഈ ശരണ്യ കോച്ചിലുള്ള വണ്ടി ഹോളി ഫാമിലിക്കാർ മേടിച്ചു. വണ്ടിയുടെ ബോഡി റീബിൽഡ് ചെയ്തെടുത്തു കരൂർ ബോഡിയിലേക്ക്. കണ്ണൂർ തഴുവറമ്പ് വഴിയായിരുന്നു ഈ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. കണ്ണൂരിൽ നിന്ന് രാവിലെ പോകും, തിരിച്ച് തളിപറമ്പിൽ നിന്ന് തിരിച്ചു വരും. അതായിരുന്നു വണ്ടിയുടെ റൂട്ട്. പിന്നെ ഈ വണ്ടി ചിന്നൂസുകാർ തന്നെ വാങ്ങുമായിരുന്നു. അവരിത് വണ്ടി വാങ്ങിക്കഴിഞ്ഞിട്ടുള്ള ലുക്ക്, ആ മേളിലത്തെ മിററെല്ലാം അവർ ഊരി മാറ്റിയായിരുന്നു. ഇവർക്ക് ഭാഗ്യമില്ലെന്ന് തന്നെ പറയാം. ഈ വണ്ടി മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കളർ കോഡ് വന്നു. വണ്ടി പിന്നെ ഈ ഒരു ലുക്കിലേക്ക് മാറ്റി. നല്ല പിങ്ക് കളറിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് എഡിഷനിൽ ഇറക്കി. വണ്ടി പിന്നെ പയ്യങ്ങോട്ടൂർ തൊടുപുഴ ആ റൂട്ടിലാണ് ഓടിക്കൊണ്ടിരുന്നത്. പിന്നീട് ഈ പെർമിറ്റ് വേറെ ആൾക്കാർ മേടിച്ചു. വണ്ടി പിന്നെ കുറച്ച് ദിവസം അവരുടെ തന്നെയുള്ള അടിമാലിമംഗലം തൊടുപുഴ ഓടുന്ന വണ്ടി, ആ വണ്ടിയുടെ പെർമിറ്റിലാണ് വണ്ടി കുറച്ച് ദിവസം പിന്നെ ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ പഴയ വണ്ടി ആ പെർമിറ്റിൽ തന്നെ ഓടാൻ തുടങ്ങിയപ്പോൾ ഈ വണ്ടി വീണ്ടും കുറേ നാൾ ഓടാണ്ടിരുന്നു. പിന്നെ ആ വണ്ടി പുതിയ പെർമിറ്റ് എടുത്തു. ചേലച്ചോട് തൊടുപുഴ ആ റൂട്ടിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. വണ്ടിയുടെ BMR ലുക്ക് ഫ്രണ്ട് വശം റീബിൽഡ് ചെയ്തു. വണ്ടി കൊണ്ടോടി BS3യുടെ കൗളിലേക്കാണ് റീബിൽഡ് ചെയ്തെടുത്തത്. ഈ വണ്ടി കുറച്ച് നാളെ ഓടിയുള്ളൂ. പിന്നെ ഈ വണ്ടി സഹ്യാദ്രി എന്ന് പറഞ്ഞ ടീമാണ് മേടിച്ചത്. ഈ വണ്ടിയും കുറേ നാളൊന്നും ഓടിയില്ല. ഈ വണ്ടി ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞ ആൾക്കാർ മേടിച്ചു. ശ്രീകൃഷ്ണക്കാരുടെ കയ്യിൽ ഈ വണ്ടി അധികം നാൾ നിന്നില്ല, അത് അപ്പം തന്നെ സെയിലായിപ്പോയി. ഈ വണ്ടി മേടിച്ചത് സെൻറ്റ് മേരിയ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. ഇവരുടെ കയ്യിൽ നിന്ന് വേറെ ആരുമല്ല മേടിച്ചത്, ചിന്നൂസുകാർ തന്നെയാണ്. അണ്ട് ഈ വണ്ടി ഒന്ന് ടെസ്റ്റിനൊക്കെ കയറിയിട്ട് ഫോണ്ടിലൊക്കെ ചെറിയ വ്യത്യാസം വരുത്തിയാണ് വണ്ടി വീണ്ടും ഇറങ്ങിയത്. പിന്നത്തെ വണ്ടിയുടെ ഫോണ്ട് ഇങ്ങനെയായിരുന്നു. ഓക്കെ, ഈ ഫോണ്ട് മാറ്റി പഴയ പോലെ തന്നെ ആക്കിയായിരുന്നു വണ്ടി. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞുള്ളൊരു ഫോട്ടോയാണിത്. വണ്ടി ഇപ്പോൾ ഈ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നൊരു ഫോട്ടോയാണിത്. ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഉള്ള വണ്ടി നല്ല ക്ലിയറാക്കി. അത് മലയാറ്റൂരോട്ടം പോകാൻ നേരത്തെടുത്തൊരു ഫോട്ടോ. ഈ വർഷം ടെസ്റ്റ് കഴിഞ്ഞിറങ്ങിയപ്പോൾ വണ്ടി നല്ല ഗെറ്റ് ലുക്കിൽ ഈ ഒരു ഫോമിലായി ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ മലയാറ്റൂരോട്ടത്തിനെടുത്തൊരു ഫോട്ടോയാണ് തൊടുപുഴ സ്റ്റാൻഡ് വെച്ച്. വണ്ടി ഇപ്പോൾ നേരത്തേനേക്കാളും നല്ല ലുക്കായിട്ടാണ് വണ്ടി ഈ വർഷത്തെ ടെസ്റ്റ് കഴിഞ്ഞിറങ്ങിയപ്പോൾ പെർമിറ്റും പുതുക്കി സെറ്റായിട്ടാണ് വണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ചെറിയ ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും തെറ്റോ കുറവോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.